ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. പുരാണത്തിൽ ചന്ദ്രൻ നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ ദേവാസുരന്മാർ പാലാഴിയൊക്കെ മദനം നടത്തിയ കഥ എല്ലാവർക്കും അറിയണ കഥ. അത് മന്ദരപർവ്വത്തെ കടക്കോലാക്കി വാസുകിയെ കയറാക്കി പാലാഴി കടഞ്ഞ സമയത്ത് ആ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് നിരവധി വിശിഷ്ട വസ്തുക്കളൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാരിജാതം, പിന്നെ കൽപ്പവൃക്ഷം, ഐരാവതം, പിന്നെ ഉച്ചൈസ്രവസ് പറഞ്ഞാൽ വെള്ളക്കുതിരയാണ് കേട്ടോ, കൗസ്തുഭം, പിന്നെ രത്നം, ഇങ്ങനെ അനവധി സാധനങ്ങൾ വന്നു. അപ്പോൾ അതിൽ ദേവീദേവന്മാരായി പിൻകാലത്ത് നാം ആദരിച്ചു പോരുന്ന ചില ഈശ്വരന്മാരും അങ്ങനെ വന്നെന്നാണ് പറയണേ. പാലാഴി കടഞ്ഞപ്പോൾ പുറത്ത് വരികയുണ്ടായി. അങ്ങനെ വന്നതാണ് അമൃത കുംഭമായിട്ട് നമ്മൾ അങ്ങനെ വന്നതാണ് ധന്വന്തരി മൂർത്തി ആ കൂട്ടത്തിലുണ്ട്. പിന്നീട് ലക്ഷ്മി ദേവി വന്നു. അങ്ങനെ ആ ത്രൈലോക്യം മോഹിച്ചു പോയ ആ ഐശ്വര്യദേവതയെ വിഷ്ണു ഭഗവാൻ സ്വന്തമാക്കി. സ്ഥിതികാരകനായ വിഷ്ണുവിനെ ലോകം പറയണത് പിതാവായിട്ടാണ് ബഹുമാനിക്കുന്നത്. ആ നിലയ്ക്ക് വിഷ്ണു ഭഗവാനെ പിതാവായി ബഹുമാനിക്കുന്ന ആ നിലയ്ക്ക് വിഷ്ണു ഭക്തിയായ ലക്ഷ്മി ലോകത്തിൻ്റെ അമ്മയാണല്ലോ. അപ്പോൾ ഈ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ദിര ലോകമാതാ ഭാർഗവി ലോകജനി എന്ന് പറയാം. അത് ഇന്ദിരയും ഭാർഗവിയും ലക്ഷ്മി തന്നെയാണ്. ഇവരൊക്കെ ലോകത്തിൻ്റെ അമ്മയാണ്. ലക്ഷ്മി ദേവി പാൽക്കടലിൽ പ്രത്യക്ഷപ്പെട്ട അതിന് ശേഷമാണ് ചന്ദ്രൻ്റെ വരവ് ഇവിടെ. അപ്പോൾ കടലിൽ അഥവാ അല്ലെങ്കിൽ വെള്ളത്തിൽ ജനിച്ചത് കൊണ്ട് ചന്ദ്രന് അബ്ജൻ പേരുണ്ട്. അബ്ജൻ എന്നൊരു പേര് ചന്ദ്രനുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ജലം, ജൻ എന്ന് പറഞ്ഞാൽ ജനിച്ചവൻ, വെള്ളത്തിൽ ജനിച്ചു ഒരു പേരുണ്ടായിരുന്നു. അങ്ങനെ ലക്ഷ്മി ദേവിക്ക് ശേഷം ജനിച്ചത് കൊണ്ട് ലക്ഷ്മി ദേവിയുടെ സഹോദരനാണ് ചന്ദ്രൻ എന്നാണ് സങ്കല്പം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ലക്ഷ്മി ലോകത്തിൻ്റെ അമ്മയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുവല്ലോ. അപ്പോൾ അമ്മയുടെ സഹോദരൻ പറഞ്ഞാൽ അമ്മാവനാണല്ലേ. അങ്ങനെ ചന്ദ്രൻ മനുഷ്യർക്ക് അങ്ങനെയാണ് അമ്പിളി അമ്മാവനായി വരുന്നത്.